മലപ്പുറം പാണക്കാട് സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് വേങ്ങര മലപ്പുറം സംസ്ഥാന പാതയിൽ ഗതാഗതം സ്തംഭിച്ചു. നേരത്തെ മണ്ണെടുത്ത ഭാഗങ്ങളിലാണ് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. മരങ്ങളും തെങ്ങുകളും അടക്കം താഴേക്ക് പതിച്ചു. വിശദാംശങ്ങളുമായി ഹരി എടപ്പാൾ ചേരുന്നു. ഹരി, വളരെ ഭീതിജനകമായ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ വലിയൊരു മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. മറ്റിടങ്ങളിൽ എന്തെങ്കിലും അപകട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വിശദാംശങ്ങൾ. അനന്തു, തീർച്ചയായും ഒരു ദുരന്തം തലനാരിഴയ്ക്കാണ് ഒഴിവായി പോയത് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് രാവിലെ 8:30യോടെയാണ് ഈ പരപ്പനങ്ങാടി മലപ്പുറം പാതയിൽ പാണക്കാട് കാരത്തോടാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീടിന് 200 മീറ്റർ അകലെയായിരുന്നു. നേരത്തെ മണ്ണെടുത്ത പ്രദേശം പല സമയങ്ങളിലായി ഇടിഞ്ഞു താഴുകയായിരുന്നു. രാവിലെ 8:30യോടെയാണ് ആദ്യത്തെ മണ്ണിടിച്ചിലുണ്ടായത്. ഇതിന് തുടർച്ചയായി ഓരോ സമയത്തും മണ്ണ് ഇടിഞ്ഞു വന്നുകൊണ്ടിരുന്നു. അവസാനം 9:30യോടുകൂടി വലിയ തോതിലുള്ള ഒരു മണ്ണിടിച്ചിലുണ്ടായി. മാധ്യമപ്രവർത്തകരടക്കം ഇവിടെ നിന്ന് ഓടിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇതോടുകൂടി ഈ റോഡിലെ ഗതാഗതം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. തൊട്ടു മുന്നിൽ കാരത്തോട് കടലുണ്ടി പുഴയാണ്. ഈ പുഴയിലേക്കാണ് മണ്ണ് അടക്കം ചെളിയുമടക്കം ഒലിച്ചെത്തിയത്. നേരത്തെ നിർമ്മാണ പ്രവൃത്തി നടന്നിരുന്ന പ്രദേശത്തിന്റെ മുകൾ ഭാഗം ഇടിഞ്ഞു താഴുകയായിരുന്നു. ഈ ഷീറ്റുകൾ മറച്ച് നിർമ്മാണ പ്രവർത്തനം നടന്നിരുന്ന ഭാഗമാണിതെന്ന് നാട്ടുകാർ ആരോപിക്കുകയുണ്ടായി. ഈ മണ്ണ് നേരത്തെ JCB ഉപയോഗിച്ച് മണ്ണ് മാന്തിയ സ്ഥലത്തിന് മുകൾ ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. നഗരസഭ പറയുന്നത് ഇവിടെ നിർമ്മാണ പ്രവർത്തനത്തിന് അനുമതി നൽകിയ പ്രദേശമാണെന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും അധികൃതർ വ്യക്തമായ ഒരു മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് അനധികൃത നിർമ്മാണമാണോ അല്ലെങ്കിൽ നേരത്തെ നിർമ്മാണത്തിന് അനുമതി നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഈ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തിന് മുകൾ ഭാഗത്തായി ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്കൂളിന്റെ ഹോസ്റ്റലിൽ നിന്ന് 30ഓളം വിദ്യാർത്ഥികളെ ഇതിനോടകം മാറ്റിക്കഴിഞ്ഞു. ഈ പ്രദേശത്ത് ഒട്ടേറെ മണ്ണെടുക്കുന്ന പ്രദേശങ്ങൾ നേരത്തെ തന്നെ മണ്ണും JCB ഉപയോഗിച്ച് മണ്ണ് മാന്തുന്ന പ്രദേശങ്ങളുണ്ട്. ഇതുകൊണ്ട് തന്നെ നാട്ടുകാർ ആശങ്കയിലാണ്. അനന്തു.